ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. CTET എക്സാമിന് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ഓൾറെഡി എക്സാം ഡേറ്റ് ഒക്കെ വന്നു. സെപ്റ്റംബർ 6 നമുക്ക് എക്സാം വരുന്നത്. CTET പേപ്പർ 1, പേപ്പർ 2 അങ്ങനെ 2 കാറ്റഗറിയിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പഠനം ഒരു തവണ കഴിഞ്ഞ് റിവിഷൻ എന്നുള്ള രീതിയിലാവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. നമ്മൾ ഇന്ന് CTET പേപ്പർ 1 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ PYQ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സൈക്കോളജി, അതുപോലെ തന്നെ EVS, മാത്സ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following intelligence helps people to perceive, express, understand, regulate moods and feelings of others? First one, musical, interpersonal, naturalistic, logical and mathematical. ഒരാൾക്ക് മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഒരു ഇന്റലിജൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇന്റർപേഴ്സണൽ ആണ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. ഇവിടെ നമ്പർ മാറി കിടക്കുന്നുണ്ട്, 3 ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പൊ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ ചൈൽഡ്സ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ഗേൾ ഓർ കംസ് ഫ്രം. ഓപ്ഷൻ വരുന്നത് ഫാമിലി ആണ്. ഇത് ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് അങ്ങനെ ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ജെൻഡർ ആൻഡ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലെ, അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അടുത്തത്, an essential characteristic of formative assessment is clarification of assessment criteria to the learners, to focus on quantitative means to achieve the objectivity, to assign relative ranks and positions to the learner, tests and examination at the end of the year. അപ്പം ഇവിടെ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഇത് അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിസ്ഗ്രാഫിയ ഈസ് എ ഫിസിക്കൽ ഡിസബിലിറ്റി, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റി, പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, എ ടീച്ചർ ഷുഡ് കാറ്റർ ടു നീഡ്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് റൂം. ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ എന്തെല്ലാം നീഡ്സ് ഒരു ടീച്ചർ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 2 ആണ് ആൻസർ. കൊഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ. ഗിഫ്റ്റഡ് സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അപ്രോച്ചസ്, പെഡഗോഗിക്കൽ അപ്രോച്ച് ടു ടീച്ച് സ്റ്റുഡൻസ് വിത്ത് 36 ലേണിംഗ് ലേണിംഗ് ഡിസബിലിറ്റീസ്, യൂസ് ഓഫ് മൾട്ടി സെൻസറി സ്ട്രാറ്റജീസ്, സ്റ്റാൻഡർഡൈസ്ഡ് ലേണിംഗ് ഗോൾസ്, flexible and sequential instruction, breaking down task into smaller part. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ പെഡഗോഗിക്കൽ അപ്രോച്ചസ് ആണ് എടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് യൂസ് ഓഫ് മൾട്ടി സെൻസറി സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആൻഡ് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ, ദെൻ ബ്രേക്കിംഗ് ഡൗൺ ടാസ്ക് ഇൻ ടു സ്മോളർ പാർട്ട്. നെക്സ്റ്റ് നോക്കാം. Which of the following statement about autism spectrum disorder is correct? It is primarily the ability to hear and that is affected in autism spectrum disorder. Children with autism spectrum disorder exhibit preference for new stimuli every day. Children with autism spectrum disorder have excellent communication skill but very poor memory. Sensory integration and regulation help children with autism spectrum disorder. അതായത് അവരുടെ സെൻസസിനെ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. സെൻസറി ഇന്റഗ്രേഷൻ, റെഗുലേഷൻ ഹെൽപ്പ് ദ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം spectrum disorder. In order to facilitate students learning in progressive classroom, a teacher should emphasize on the practice of. ഒരു കുട്ടിയുടെ പ്രോഗ്രസീവ് ലേണിങ്ങിനെ അല്ലെങ്കിൽ ലേണിംഗ് പ്രോഗ്രസീവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്റ്റീവ് തിങ്കിങ്, ഒബീഡിയന്റ് ലിസണിംഗ്, ബിഹേവിയറൽ കണ്ടീഷനിങ്, പാസീവ് റെപ്ലിക്കേഷൻ. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. റിഫ്ലക്സീവ് തിങ്കിങ് ആണ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലായിട്ട്, അതായത് പഠിച്ച തിയറിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അതല്ലാതെ ഡയറക്റ്റ് നമുക്കിവിടെ തിയറംസ് ഒന്നും ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിലൊന്നും വന്നിട്ടില്ല. ദെൻ സീയിങ് രാമൻ, a fourth grade student struck on a question. His teacher asked him to try the solution while speaking what is going on in his mind. Such verbalization is likely to.
അപ്പോൾ 4th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് ആ സൊല്യൂഷനിലോട്ട് കുട്ടിയെ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ, വെർബലൈസേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സപ്പോർട്ടീവ് ഓൺലി ഫോർ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ബിക്കോസ് ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ഓഡിറ്ററി പ്രോസസ്സിംഗ്. Unproductive because language and thought are not related. Futile because language hinders thought process. Helpful because language facilitates thought process. ഇവിടെ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. A teacher who believes in constructivist pedagogy would promote high levels of verbal instructions as primary pedagogy. Option 2, promote ability grouping of students. Option 3, avoid connecting content to the real world. Avoid judgment of students solely on the basis of socio-cultural background. ഒരു കൺസ്ട്രക്റ്റിവിസം പെഡഗോഗിയിലെ ബിലീവ് ചെയ്യുന്ന ഒരു ടീച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവോയ്ഡ് ജഡ്ജ്മെന്റ്സ് ഓഫ് സ്റ്റുഡൻസ് സോൺലി on the basis of socio-cultural background. Active engagement of learners implies that the actively value marks and competition, consider textbook as the sole source of knowledge, enquire, explore and question, rote memorize facts and information. ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് ലിസണർ എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എൻക്വയർ, എക്സ്പ്ലോർ ആൻഡ് ക്വസ്റ്റ്യൻ. രാധ റീസൺസ് clothes dry faster in sun than the shade, so the sun is helping them to dry. She is showing an understanding of decentration, animism, cause and effect, reversible thinking. ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. കോസ് ആൻഡ് എഫക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഇത് മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Playing a sport for personal enjoyment, completing the homework to avoid being scolded by parents, studying for a test to get good grade, playing a game for prize money. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്, playing a sport for personal enjoyment. അടുത്തത്, read the following statement. Assertion: teacher who believe in constructivist pedagogy should provide AI materials to the student. Reason: young children depend solely on verbal instructions and lectures meaningful learning. Choose the correct option. ടീച്ചർ ഒരു കൺസ്ട്രക്റ്റിവിസം പെഡഗോഗിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ AI മെറ്റീരിയൽസ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കറക്റ്റാണ്. കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ AIയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് യങ് ചിൽഡ്രൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വെർബൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ലെക്ചേഴ്സ് ആർ മീനിങ് ലേണിംഗ്. അപ്പോൾ ഇവിടെ ആൻസർ വരെ എന്താ? അസേർഷൻ A ട്രൂ ആണ്, പക്ഷെ റീസൺ ഫോൾസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അവോയ്ഡിംഗ് ദ അപ്പിയറൻസ് ഓഫ് ലോ എബിലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് പിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ ഏതാ വരിക? പെർഫോമൻസ് അവോയ്ഡൻസ് ഗോൾ ആണ് വരിക. ഓപ്ഷൻ 2 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എഫക്റ്റീവ് വേ ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ ക്ലാസ് റൂം? എൻകറേജിംഗ് സ്റ്റുഡൻസ് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ക്വസ്റ്റനിങ് അസംഷൻസ്, providing students with set of predetermined answers to choose from, encouraging rote memorization of fact, discouraging students from asking question. ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. എൻകറേജിങ് സ്റ്റുഡൻസ് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ക്വസ്റ്റനിങ് അസംഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്തത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Assertion: some children have characteristics that are resemble their parents while others are markedly different from their parents. ചില കുട്ടികൾക്ക് പാരൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, പക്ഷെ മറ്റുള്ളവർക്കാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കാം. റീസൺ: വർക്കിംഗ് ഔട്ട് how much of any characteristic is due to nature or gene, how much is due to nature or environment is a complex issue. Choose the correct option. ചില കുട്ടികളിൽ പാരൻസിന്റെ അതേ ഫീച്ചേഴ്സ് റിസംബിൾ ചെയ്യാം, ചിലരിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അത് കറക്റ്റ് ആണ്. റീസൺ എന്താ ഇവിടെ പറയുന്നത്? വർക്കിംഗ് ഔട്ട് ഹൗ മച്ച് ഓഫ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഡ്യൂ ടു നേച്ചർ ഓർ ജീൻസ് ആൻഡ് ഹൗ മച്ച് ഇസ് ഡ്യൂ ടു നേച്ചർ ഓർ എൻവയോൺമെന്റ് ഇസ് എ കോംപ്ലെക്സ് ഇഷ്യൂ. അപ്പോൾ ഇവിടെ ആൻസർ വരിക 3 ആണ്. ബോത്ത് A and R ആർ ട്രൂ ആൻഡ് R ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് അബൌട്ട് ഡെവലപ്മെന്റ് ഇസ് കറക്റ്റ്? ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഡെവലപ്മെന്റ് ക്യാൻ ഓൾവേസ് ബി മെഷർഡ് പ്രിസൈസ്ലി. ഡെവലപ്മെന്റ് നമുക്ക് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും.
ഡെവലപ്മെന്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ ആൻഡ് മൾട്ടി ഡയറക്ഷണൽ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആണ്, മൾട്ടി ഡയറക്ഷണൽ ആണ്. ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ക്യാൻ ബി പ്രഡിക്റ്റഡ് വെരി ആക്യുറേറ്റ്ലി. ഡെവലപ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓപ്ഷൻ 3. ഓപ്ഷൻ 4 ഇറ്റ് ഇസ് എ സിമ്പിൾ ആൻഡ് യൂണിറ്ററി പ്രോസസ്. അതാണ് ഓപ്ഷൻ 4. ഇവിടുത്തെ ആൻസർ വരിക ഇറ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ ആൻഡ് മൾട്ടി ഡയറക്ഷണൽ. ഇത് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ എക്സാക്ട് തിയറി അല്ല നമുക്ക് ചോദിക്കുക. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെയും മാറി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെയും അതുപോലെ തന്നെ നമ്മുടെ സിലബസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അസേർഷൻ the ability to comprehend and speak depends on the physical development of mouth and brain. Reason, emotional development is related to physical growth. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് ഒരു കാര്യം കോംപ്രിഹെൻഡ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡെവലപ്മെന്റ് ഓഫ് മൗത്ത് ആൻഡ് ബ്രെയിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇസ് റിലേറ്റഡ് ടു ഫിസിക്കൽ ഗ്രോത്ത്. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ബോത്ത് എ ആൻഡ് ആർ ഫാൾസ്. ഓപ്ഷൻ 2. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Most children can speak 5-6 coherent sentence at the year of 3 years. Option 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. As per Lev Vygotsky, as children grow their language develop from silent speech to thinking loud, think out loud to inner speech, inner speech to external speech, private speech to egocentric speech. ഇവിടെ ആൻസർ വരിക think out loud ടു ഇന്നർ സ്പീച്ച്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. പിയാഷെ ഡിസ്ക്രൈബ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആസ് ഒക്കറിംഗ്. ഓപ്ഷൻ 1 ആസ് എ റിസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് അറ്റ് 8 സ്റ്റേജസ് ഇൻ എ കണ്ടിന്യൂസ് മാനർ ഫ്രം ദ ബർത്ത് ത്രൂ അഡൾട്ട്ഹുഡ് in 4 qualitative different stages at 3 പ്രോഗ്രസീവ് ലെവൽസ്. എങ്ങനെയാണ് പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ 3 ആണ് 4 ക്വാളിറ്റേറ്റീവ് ഡിഫറെന്റ് സ്റ്റേജ്. നമുക്കറിയാം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അങ്ങനെയുള്ള സ്റ്റേജസ് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമ വാസ് മീൻ ടു ഹെർ ബ്രദർ Tahir. Next day, Tahir got sick. Rama concluded that she made her brother sick. According to Piaget, which stage of cognitive development is Rama in? Concrete operational stage, formal operational stage, sensory motor stage, and pre-operational stage. ഇവിടെ ആൻസർ വരിക പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Dash is the process by which children become aware of their gender, gender relatedness, gender homogeneity, gender typing, gender equality. ഇപ്പൊ ഇത് ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ ആൻസർ വരിക ജെൻഡർ ടൈപ്പിംഗ് ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, which of the following scenario is aptly describing the ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. which of the following scenarios is aptly describing the application of Lev Vygotsky's concept of scaffolding. സ്കഫോൾഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A teacher has written answers on the blackboard and has asked the students to copy the answers passively in their notebook. A teacher has made it mandatory for her students to solve problems on their own in a set time period. Teacher gave half-solved problems to her students who were finding difficult to solve them otherwise. Teacher has strictly prohibited students to have any kind of collaborations and communication with their peers. ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇത് സ്കഫോൾഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് എന്താണ് സ്കഫോൾഡിങ് അങ്ങനെയൊന്നും ചോദിക്കില്ല. കൂടുതലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി ദാറ്റ് എംഫസൈസസ് ഓൺ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ആൻഡ് സ്ട്രിക്റ്റ് കരിക്കുലം ഗൈഡ്ലൈൻസ്, competition and individual achievement, student-centered learning and active participation,
റോഡ് മെമ്മറൈസേഷൻ ആൻഡ് ടീച്ചർ സെന്റർഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. According to Lev Vygotsky, cognitive development is guided by assimilation and accommodation that change schemas. Positive and negative reinforcement given by the environment, language in the form of private speech, process of attention and perception. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. അടുത്തത് മിസ്സസ് രാജലക്ഷ്മി, a primary class mathematics teacher, bring in a variety of concrete material in her classroom like bundles of matchsticks, items like ice cream stick, colored buttons, based blocks, etc. to teach the concept of place value. Which of the following principle of theory of Salton P. Daines is being used by her? ഇവിടെ വരിക പെർസെപ്ച്വൽ വേരിയബിലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇത് ഇത്തവണ ചോദിച്ചിട്ടുള്ള സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചോദിച്ചിട്ടുള്ള ഒരു പെഡഗോഗി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് പിക്ടോഗ്രാഫ് ടു സ്റ്റുഡൻസ്. എന്തിനാണ് പിക്ടോഗ്രാഫ് നമ്മൾ പഠിപ്പിക്കുന്നത്? To utilize the free time of students in class, to engage students in class activities, to represent data in an interesting way, to develop drawing skills in students. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. Then next question. Which of the following is least appropriate in the context of learning outcomes at foundational stage in mathematics? Designing activities connected to real life situations to strengthen the learning outcome. ഇവിടെ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ചിൽഡ്രൻ അഡ്വാൻസ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കം ഓൺലി അപ്പോൺ അച്ചീവിംഗ് സർട്ടൻ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി അറ്റ് കറന്റ് ലെവൽ. Primarily, summative assessment is used to assess the skills or concept developed at each level. Explicit and measurable learning outcomes are defined and which are pathways for the competency acquisition. ഇവിടെ ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. Which among the following is an example of real life situation that represents division as equal sharing? Equal sharing എന്ന് വരുന്ന സിറ്റുവേഷൻ ഇവിടെ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. There are 60 toffees in a packet and Samir would like to distribute it to his friends. How many toffees each friend will get? There are 30 students in a class. Teacher want to form 5 groups of same size. How many students will be there in each group? Divide 50 into 10 equal groups. There are biscuits in a packet. How many biscuits are there in 5 such packets എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ഷെയറിംഗ് ആണ് എന്നുള്ള കൺസെപ്റ്റ് വരുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിച്ചത്. ആദ്യത്തേലെ ഒരു പാക്കറ്റിനകത്ത് 60 ടോഫീസ് ഉണ്ടായിരുന്നു. അത് ഫ്രണ്ട്സിനിടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ടീച്ചർ ആ കുട്ടികളെ ഒരേ സൈസുള്ള 5 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി ദർ. ദെൻ ഡിവൈഡ് 50 into 10 equal groups. There are 10 biscuits in a packet. How many biscuits will be there in such 5 packets എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ആൻസർ വരിക ഏതാണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഏതാണ്? അങ്ങനെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്. ഇതിൽ കറക്റ്റ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺ അക്യൂട്ട് ആംഗിൾ ആൻഡ് വൺ ഒബ്റ്റ്യൂസ് ആംഗിൾ ക്യാൻ പുട്ട് ടുഗെദർ ടു മേക്ക് എ സ്ട്രേറ്റ് ആംഗിൾ. ഒരു അക്യൂട്ട് ആംഗിളും ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും എടുത്തു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അക്യൂട്ട് ആംഗിൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30യും 110ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ആംഗിൾ കിട്ടും. റോങ് സ്റ്റേറ്റ്മെന്റ് ആണത്. റിഫ്ലക്സ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 180 ആൻഡ് ലെസ് ദാൻ 360. കറക്റ്റ് അല്ലാത്തതാണ്. അപ്പോൾ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. എന്നാലും നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 acute angles put together to make a reflex angle. Wrong ആണ്. 2 acute angles can put together to make an obtuse angle. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഓഫ് അസസ്മെന്റ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് പ്രൈമറി സ്കൂൾ ലെവൽ ഈസ് ടു. എന്തിനാണ് പ്രൈമറി സ്കൂൾ ക്ലാസ്സുകളിൽ അസസ്മെന്റ് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ഗ്യാപ്സ് ആൻഡ് ലൈക്ക്വൈസ് make modifications in the pedagogy, prepare learners for secondary and high school mathematics, find out mathematicians of the future, determine learners in intelligence level. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അസസ്മെന്റിന്റെ പ്രൈമറി സ്കൂളിൽ? ലേണിംഗ് ഗ്യാപ്പുകൾ കണ്ടുപിടിക്കാനും ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടാസ്ക് ബേസ്ഡ് ഓൺ ക്രിയേറ്റീവ് തിങ്കിങ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു ഗ്രേഡ് 5 സ്റ്റുഡൻസ്? ഗ്രേഡ് 5 സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടാസ്ക് ഏതാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ യൂസിങ് ഫോർമുല. അതെന്തായാലും അല്ല.
Find the area of a rectangle whose length is half of its breadth. Write multiplication table of 7. Add 415 and 237 using column addition. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. അടുത്തത് ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ആർ ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ തന്നിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഫ്രാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരിക തേർഡ് ഓപ്ഷൻ ആണ്. 4/5, 8/11, 5/9, 3/7. അത് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്താലും മതി. അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. The numerical values of a perimeter and area of a square are equal. Then the value of the length of the side of the square. ഏരിയയും പെരിമീറ്ററും ഈക്വൽ ആയി വരുന്നുവെങ്കിൽ വാട്ട് ഇസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ? 4 യൂണിറ്റ്സ്. ഓപ്ഷൻ 2. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ ഹാസ് 1 ലൈൻ ഓഫ് സിമെട്രി. 1 ലൈൻ ഓഫ് സിമെട്രി ഉള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ 4 ബി ആണ്. കമ്പ്യൂട്ടേഷണൽ സ്കിൽ ഇൻ മാത്തമാറ്റിക്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ. കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടിങ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ഗിവിംഗ് കൺസെപ്റ്റുവൽ നോളജ്, clarifying concepts and procedures followed by a lot of practice, describing algorithms only. ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. എ ട്രയാങ്കുലർ പിരമിഡ് ഹാസ്. ഒരു ട്രയാങ്കുലർ പിരമിഡിന് എത്ര ഫേസസ് എത്ര എഡ്ജസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരിക ഫസ്റ്റ് ഓപ്ഷൻ ആണ്. 4 ഫേസസ് 6 എഡ്ജസ്. ഇത് അണ്ടർസ്റ്റാൻഡിങ് എലമെന്ററി ഐഡിയാസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട്. അത് ലൈവ് ക്ലാസ്സിലാണെങ്കിലും റെക്കോർഡഡ് ആണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സിലബസിൽ ആവശ്യമുള്ള കാര്യങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ അതായത് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് a 6-digit number 72x292 is divisible by 36, then the value of 3x plus 2 എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 16, 17, 20, 15. അപ്പം ഒരു നമ്പർ 36 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അത് 6 കൊണ്ടും ഡിവിസിബിൾ ആവണം അല്ലേ? ഇപ്പോൾ 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ 2ൻ്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂള് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം ഈ നമ്പർ എൻറ്റർ ചെയ്യുന്നത് 2-ലാണ്. ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ സം ഓഫ് ദ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. 7 plus 2 9 ആണ്. 9 plus 2 11, 11 plus 9 20, 20 plus 2 22. അപ്പോൾ 22 ആണ് വരുന്നത്. 22 ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. പിന്നെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്? 24 ആണ്. 8 3s are 24. അപ്പോൾ 2 ആണ് എക്സിൻ്റെ വാല്യൂ വരിക. x = 2. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് 3x plus 2 ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക 17. The difference between the greatest and smallest 5-digit number that can be formed using the digits 8270 and 6 only once. ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 87620 മൈനസ് 20678 ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 10 വരും. 7 + 1 8, 8 + 4 12, 6 + 1 7, 7 + 9 16, 6 + 1 7, 2 + 1 5 6 9 4 2. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. According to National Curriculum Framework 2005, mathematics curriculum must incorporate mathematical processes which are. എന്തൊക്കെ മാത്തമാറ്റിക്കൽ സ്കില്ലുകളാണ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ പ്രോസസ്സുകൾ നാഷണൽ NCF 2005 പ്രകാരം? മെമ്മറൈസേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫോർമുല ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഇൻ പ്രോബ്ലം സോൾവിങ്. അതല്ല, അത് റോങ് ഓപ്ഷൻ ആണ്. പ്രോബ്ലം സോൾവിങ് യൂസിങ് എസ്റ്റിമേഷൻ, അപ്രോക്സിമേഷൻസ് ആൻഡ് സ്പേഷ്യൽ റീസണിങ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഡൂയിങ് ക്വിക്ക് മെന്റൽ കാൽക്കുലേഷൻ, അതും റോങ് ആണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ്, അതും റോങ് തന്നെയാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ ഐൻ്റെ കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടേബിളായിട്ട്. ബ്ലൂ ഐ ഉള്ള 5 ബോയ്സ് ഉണ്ട്, ബ്രൗൺ കളറുള്ള 4 ബോയ്സ് ഉണ്ട്, ബ്ലാക്ക് ഉള്ള 11, അതുപോലെ ഗേൾസിൻ്റെയും 7 3 10. The teacher told the students to write one statement each about this table on the blackboard. ഇതിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞു. ഇവിടെ നമ്മളത് ഇതിൽ നിന്ന് ചൂസ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും ഈക്വൽ ആണ്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മോസ്റ്റ്ലി സ്റ്റുഡൻസ് ഹാവ് ബ്ലാക്ക് ഐ, അതും കറക്റ്റ് ആണ്.
ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഹാവിംഗ് ബ്ലൂ ഐ ഈസ് ഓഡ്. ബ്ലൂ ഐ ഉള്ളവരുടെ എണ്ണം ഓടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുക, വിച്ച് ഇസ് ആൻ ഈവൺ നമ്പർ. അപ്പോൾ അത് റോങ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് ബ്രൗൺ ഐസ് ഇസ് ഓഡ്. ബ്രൗൺ ഐ ഉള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് ഓടാണ്, അതും കറക്റ്റാണ്. അപ്പോൾ എയും ബിയും കറക്റ്റ്, സി റോങ്, ഡിയും കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അക്കോർഡിംഗ് ടു നിപുൺ ഭാരത് മിഷൻ, the states will ensure to achieve foundational numeracy till grade 3 by the end of the year 2026-27. Option 4. Amida travels from a place A and reaches the place B in 4 hours 44 minutes. From there, she returns to the starting place A in 3 hours 24 minutes. If she reaches back at 2:30 p.m., then her starting time from the place was 6 a.m., 6:22, 6:24, 6:44. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി റെപ്രസെന്റ്സ് ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ഹാൻഡ്ലിംഗ് ഡാറ്റ, ദാറ്റ് ഇസ് കളക്ടിങ്, ഓർഗനൈസിംഗ്, റെപ്രസെന്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഇത് ഡാറ്റ ഹാൻഡ്ലിംഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ആസ്കിംഗ് പീപ്പിൾസ് ടു ലിസ്റ്റ് ദെയർ ഫേവറേറ്റ് ഫുഡ്, അതെന്ന് പറയുന്നത് കളക്ടിങ് ഡാറ്റയാണ്. ആസ്കിംഗ് പീപ്പിൾ ടു മാർക്ക് ദെയർ ബർത്ത് ഡേറ്റ്സ് ഓൺ കലണ്ടർ, കലണ്ടറിൽ ബർത്ത് ഡേറ്റ്സ് മാർക്ക് ചെയ്യാൻ പറയുന്നത്. ആസ്കിംഗ് പീപ്പിൾ ടു റൈറ്റ് ദെയർ നെയിംസ് ഓൺ ദ ഫേവറേറ്റ് കാർട്ടൂൺ, ഫേവറേറ്റ് കാർട്ടൂൺസിന്റെ നെയിം എഴുതാൻ പറയുന്നത്. കളക്ടിംഗ് ഡാറ്റ എബൌവ് ഹൗ പീപ്പിൾ ട്രാവൽ ടു സ്കൂൾ ആൻഡ് ദെൻ കമ്പയറിംഗ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ബൈ ദ പീപ്പിൾ. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. രാധ ബോട്ട് 9 bags of rice, each weighing 9 kilogram 995 gram. Total weight of the rice in the bag is. അപ്പോൾ 9.995 into 9 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 45, 4, 85. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 3 ആണ് വരിക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, 2 or 3 നമ്പേഴ്സ് കിട്ടുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടും. While giving a rectangular page to Mohan, mathematics teacher told him to square out of it. Mohan folded the paper from one side and made a square. At what level of Van Haley's theory of geometrical understanding Mohan is? ഏതാണ്? Level 0 visualization. Which of the following statement is least appropriate about mathematics curriculum for primary class? മാത്സ് കരിക്കുലവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. പെഡഗോഗി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് 30 മാർക്കിനാണ്. അതിലെ 20-10 എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ, അതായത് ഡിവൈഡ് ചെയ്യാറുണ്ട്. 20 സബ്ജക്റ്റും 10 പെഡഗോഗിയും. പക്ഷെ അത് ചില വർഷങ്ങളിൽ 15+15 എന്നുള്ള രീതിയിലും കാണാറുണ്ട്. അപ്പോൾ പെഡഗോഗിക്ക് നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. പെഡഗോഗി നന്നായിട്ട് പഠിക്കണം, കാരണം അത് അപ്ലിക്കേഷൻ ലെവലായിട്ടാണ് ചോദിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ്, അവിടെ നിന്നുള്ള പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രൈമറി ക്ലാസ്സിലെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് കണക്ഷൻ ഇൻ മാത്തമാറ്റിക്സ്. It should enhance relation and understanding. It must be dynamic and coherent in nature. It should be joyful and rigid. ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ 4 ആണ്. പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് ഇൻവോൾവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിംഗ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഇൻസ്ട്രക്ടിംഗ് സ്റ്റെപ്സ് ഓഫ് സൊല്യൂഷൻ. Designing a task based upon the current understanding of the students. Posing everyday problems and help the learners to make sense of mathematics involved. Allowing the learners to actively take part in finding solutions of problems to justify solutions. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിംഗ് എവറിഡേ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് ദ ലേണേഴ്സ് ടു മേക്ക് സെൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻവോൾവ്. അതേപോലെ തന്നെ ലേണേഴ്സിനെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. അപ്പൊ BCD ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ദ വർക്ക് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ അസോസിയേറ്റഡ് വിത്ത് ഗെയിം തിയറി. ഇവിടെ ആൻസർ വരുന്നത് ശ്രീനിവാസ രാമാനുജനാണ്, ഓപ്ഷൻ 2. അപ്പോൾ മാത്തമാറ്റീഷ്യൻസും അവരുടെ വർക്കുകളും പഠിക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. The perimeter of a rectangle is 410 meter and its length is 123 meter. Find the breadth of the rectangle. Breadth കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? പെരിമീറ്ററിൽ നിന്ന് 410 minus 2 into 123 divided by 2 ചെയ്താൽ മതി. അപ്പോൾ 410 minus 6 4 2 divided by 2. 410 നിന്ന് 246 മൈനസ് ചെയ്താൽ 6 plus 4 10, 1 4 plus 1 5, 5 plus 6 11, 1 ബാലൻസ് 164 വരും. അതിൻ്റെ ഹാഫ് 82. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. HCF of two numbers is 18 and which of the following cannot be their LCM? LCM ആവാൻ സാധ്യതയില്ലാത്ത നമ്പർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. HCF of two numbers തരുകയും ചെയ്തിട്ടുണ്ട്. 18 ആണ് HCF. അപ്പോൾ 128, 108, 72, 144. ഇവിടെ ഏതാണ് വരിക? ആൻസർ ആയിട്ട് വരിക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 128 ആണ്. How many twin primes are there in the number from 1 to 50? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. What is the difference between the place value of the two 8s in the number 28,53,847? Option 4 ആണ് correct answer. Which of the following statement is least appropriate about the errors made by students in mathematics classroom? They can be determined by diagnostic test. അത് correct അല്ല. They can be persistent if not identified. അത് correct ആണ്. They can be described but cannot be analyzed. അതും റോങ് ആണ്. They can be repeated. ഇവിടെ least appropriate ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണ്? It can be determined by diagnostic test. At elementary level, which one of the following topics would be more suitable for discussion and experience sharing in EVS class? Uses of water and concept of density. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ഓഫ് വാട്ടർ ആൻഡ് സൊല്യൂബിൾ സബ്സ്റ്റൻസ് പറ്റില്ല. ദണ്ഡി മാർച്ച് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഇവാപറേഷൻ അതും റോങ് ആണ്. ഇവിടെ ആൻസർ വരെ everyone does not get facility of water equally. A teacher of environmental studies should include the local context of the children is conducting his or her class activities. Which of the following should a teacher pay attention in order to incorporate the local context? The selection of local context should be in a line with the discipline of school. The selection of the local context should be pedagogically, imaginative and ethically correct. Selection of local context should be from the textbook and environmental studies. Local context should be selected according to the convenience of the teacher. Option 4 wrong ആണ്, 3 wrong ആണ്. അതുപോലെ തന്നെ it should be with the line of discipline with the discipline of the school. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഏതാണ്? ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്തത് The environmental studies teacher of class 4 has made different groups of children in his classroom to do the task of making letter boxes on the theme of travel. During the work of making this model of the letter box, the teacher also assessed their work. Which of the following assessment tool would the teacher have used to assess the children's activity? ഇവിടെ ഏതാണ്? പോർട്ട്ഫോളിയോ, ചെക്ക് ലിസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആൻഡ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് വർക്ക്ഷീറ്റ്. ലെറ്റർ ബോക്സസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു തീം ട്രാവലർ ഓൺ ദ തീം ട്രാവൽ. എന്നിട്ട് അവരുടെ മോഡൽസ് നോക്കിയിട്ട് ടീച്ചർ അതിനെ അസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചെക്ക് ലിസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. മെനി ലെസൺസ് ഇൻ NCERT EVS ടെക്സ്റ്റ് ബുക്സ് ആർ ബേസ്ഡ് ഓൺ റിയൽ പീപ്പിൾ ആൻഡ് ദെയർ എക്സ്പീരിയൻസസ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. Why would the textbook development committee have included real people and their real experience? എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? Children can easily relate real people. അത് കറക്റ്റ് ആണ്. A. During EVS, ideas can be discussed with the children by including their experiences. അതും കറക്റ്റ് ആണ്. Then it helps reinforcing the idea that environmental studies can be done only in classroom and through textbook. അത് wrong ആണ്. പിന്നെ ഏതാണ്? റിയൽ പീപ്പിൾ ആൻഡ് ദെയർ എക്സ്പീരിയൻസസ് ഇൻസ്പയർ ദ ചിൽഡ്രൻ. അപ്പൊ ABD ആണ് കറക്റ്റ് ആൻസർ. അജയ് ഈസ് എ ടീച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് ഹി വാണ്ട്സ് ടു കണ്ടക്ട് എ റോൾ പ്ലേ ആക്ടിവിറ്റി ഇൻ ഹിസ് ക്ലാസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ റോൾ പ്ലേ ഫോർ ദ ചിൽഡ്രൻ? ഇത് റോൾ പ്ലേയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡെമോൺസ്ട്രേഷൻ ഓഫ് സോലുബിലിറ്റി ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്, ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ, germination of seed, a family that gets only 2 buckets of water from water tanker every day. ഇവിടെ റോൾ പ്ലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ 4ലാണ്. On the map of a big city, following scale is mentioned. 1 centimeter equal to 845 meter. If on this map is measured the distance between 2 important locations of the city is 13.7 centimeter, the actual distance between the 2 locations will be. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 13.7നെ 845 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇവിടെ ആൻസർ വരിക 11.57 കിലോമീറ്റർ എന്നുള്ളതാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Which one of the following tools is used to cut the dried leaves from the top of the onion in Karnataka? കർണാടകയിലെ ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഓണിയൻസിന്റെ ടോപ്പിൽ വരുന്ന ആ ഒരു ഇത് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ലൊക്കേഷൻ ഓഫ് പഞ്ചാബ് ആൻഡ് കേരള റെസ്പെക്റ്റീവ്ലി വിത്ത് റെസ്പെക്ട് ടു ബീഹാർ. ബീഹാറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പഞ്ചാബിന്റെയും കേരളയുടെയും ലൊക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മാപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. EVS ക്വസ്റ്റൻ ആണ്. സോഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ EVS എന്ന് പറയുമ്പോൾ നിങ്ങൾ സയൻസ് മാത്രം പഠിച്ചാൽ പോരാ, സോഷ്യൽ സയൻസും കൂടെ പഠിക്കണം. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെപ്തിലല്ല, കാരണം പേപ്പർ 1 ആയതുകൊണ്ട് ഒരുപാട് ഡെപ്തിലോട്ട് അങ്ങോട്ട് പോകണ്ട. പക്ഷെ എന്നിരുന്നാൽ പോലും NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യും ക്ലാസ്സുകളിൽ. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം ഈ NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാനും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനും സാധിക്കും, ഒപ്പം സിലബസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് നോർത്ത് വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ 3. Which of the following is correct in the context of environmental studies? The syllabus of environmental studies is the title based in which the arrangement of titles in a spiral and sequential manner. The curriculum of environmental studies is theme based in which the arrangement of theme, sub-theme in spiral and sequential manner. The curriculum of environmental studies is integrated. Each lesson of the syllabus does not start with main concept but starts with main questions. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പൈറൽ ആൻഡ് സീക്വൻഷ്യൽ ഓർഡറിലാണുള്ളത്. A കറക്റ്റ് ആണ്. ദെൻ കരിക്കുലം ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇസ് തീം ബേസ്ഡ് ആൻഡ് വിച്ച് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് തീം ആൻഡ് സബ് തീം ഇൻ ദ സ്പൈറൽ ആൻഡ് സീക്വൻഷ്യൽ മാനർ. ബിയും കറക്റ്റ് ആണ്. പിന്നെ ഏതാണ്? ഈച്ച് ലെസൺ ഓഫ് ദ സിലബസ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ദ മെയിൻ കൺസെപ്റ്റ്. ഇത് മെയിൻ കൺസെപ്റ്റ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്ന, ചില ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ABD ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. I am an Indian bird who lay eggs in between stones. My nest is made of soft twigs, roots, wool, hair and cotton wool. Who am I? Choose the correct answer from the following. Crow, woodpecker, Indian robin, Indian peafowl. ഇവിടെ ആൻസർ വരുന്നത് ഇന്ത്യൻ റോബിൻ ആണ്. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ the following statement A and B. Statement A, sloth spends almost 20 hours a day sleeping. Statement B, sloth lives for about 20 years and in that the time they move around only 5 trees. Select the correct code from the following. ഏതാണ് വരുന്നത്? A and B both are wrong. Option 1 ആണ് correct answer. I am a tree of desert areas. I grow without much water. My wood is not affected by insects and the bark is used for making medicine. Gus, who am I? Choose the correct answer from the following. Desert oak, Kechadi tree, date palm, acacia. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 കെജാദി ട്രീ ആണ്. നെക്സ്റ്റ്, ആസ് പെർ EVS curriculum, which one of the following topics is related to family and friends should be the most suitable for class 3 children? Family tree, causes of the changing nature of the family, change in the family, society as a family. ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്, ഫാമിലി ട്രീ. The distance between the capital of India and the capital of Bihar, Patna, 792 kilometer. If an express bus covers distance in 11 hours, the average speed of the bus in meter per second. ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ തന്നിട്ടുണ്ട്, ടൈം അവേഴ്സിലും തന്നിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്ററിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അവറിലുള്ളതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ EVSനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ ഇൻക്ലൂഡഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ മാപ്പില് ഡിസ്റ്റൻസ് തന്നിട്ട് സ്കെയിൽ തന്നിട്ട് ആക്ച്വൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ചേഞ്ച് അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് പോവാനായിട്ട്.
ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് പെഡഗോഗി ടു ദ ലേൺ തീം ഫുഡ് ഓഫ് EVS? ഏതാണ് ഇതിൽ അപ്രോപ്രിയേറ്റ് അല്ലാത്ത തീം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫുഡ് പഠിപ്പിക്കാനായിട്ട്. The teacher should try to make the children express their own views, stimulate children's imagination to give them opportunity to construct knowledge, motivating children to draw label diagram of digestive system, ask children to draw their own picture and draw in their mind where the food goes from their mouth in the picture. ഇപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The teacher should try to make children express their own views, stimulate children's imagination to give the opportunities to construct knowledge. എന്താണ് ഇവിടെ ഏതാണ് ലെസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? മോട്ടിവേറ്റിംഗ് ദ ചിൽഡ്രൻ ടു ഡ്രോ ലേബൽ ഡയഗ്രാം ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വരയ്ക്കാനായിട്ട് അവർ പഠിക്കുന്നത് കുറച്ചും കൂടി ഹയർ ലെവലിലാണ്. What is the significance of environmental studies at primary level? Choose the most appropriate option from the following. It is child focused. It is child focused. Its focus is to teach the environment to children. Environmental studies make children experience their own environment. Its objective to develop positive attitude, problem solving skill and values. ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾ ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, വാല്യൂസ്. ഓപ്ഷൻ ബി സി ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ 1. It is said that children learn a lot from their surrounding quite easily. Their experiences should be brought into classroom, their questions answered and their curiosity satisfied. By doing so, the curriculum EVS can be more enriching and creative. In the context of the above, the curriculum of environmental studies is indicating which of the following principle. ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് unknown to known എന്നുള്ളതാണ്. A teacher demonstrates an experiment to his class how mirror become hazy and when we exhale are on it. Which general objective of teaching mathematics is being achieved through this experiment? Explain the concept of cold air and hot air to the children. Explain the concept of inhalation and exhalation. Demonstrating experiment to the children. To engage children in exploratory hands-on activity to acquire basic cognitive skill. ഇപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. ടു എൻഗേജ് ചിൽഡ്രൻ ഇൻ എക്സ്പ്ലോറേറ്ററി ആൻഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ടു അക്വയർ ബേസിക് കോഗ്നിറ്റീവ് സ്കിൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെന്റ് ക്രൈറ്റീരിയ അറ്റ് ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് നാഷണൽ ലെവൽ ഇൻഫോംസ് യു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ചിൽഡ്രൻസ് ലേണിംഗ് ആൻഡ് ഓൾസോ എൻഷുർ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ? ലേണിംഗ് ഒബ്ജക്റ്റീവ്, ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കോമ്പറ്റൻസീസ്, സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. In the following question, assertion reasons are followed. Read the statement carefully and choose the correct option from the following. Assertion: the cultural resources of communities are also very important for the learning of the children. Folk tales, folk songs, jokes, arts, etc. enrich the language and knowledge of the child. Reason: local environment of the child is not only a physical or natural, but his socio-cultural development, socio-cultural environment is also local. Both assertion and reason are correct, but reason is not correct explanation of assertion. Assertion is true, reason is false. Assertion is false, but reason is true. Both assertion and reason are correct, and reason is correct explanation of assertion. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മളൊരു 4ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു EVSൽ നിന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പാകത്തിന് വേണം പഠിക്കാനായിട്ട്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സർഫസ് ലെവലിലുള്ള ഒരു സ്റ്റഡി കൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി EVSന്റെ ഏരിയാസിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. Read the following statements carefully and choose the correct option. Assertion: a distinct centrally located spherical structure in a cell is called nucleus. Reason: nucleus is surrounded by a jelly-like structure is called cytoplasm. Both A and R are true.
but R is not the correct explanation of A. A is true but R is false. A is false but R is true. Both A and R are true and R is the correct explanation of A. Assertion എന്നാണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. A person boarded Rajdhani train from New Delhi on 30th April 2022 and reached Bhubaneswar on 1st May 2022. The train departed from New Delhi at 17 hours and reached Bhubaneswar at 20 hours on May 1st, 2022. The distance between New Delhi and Bhubaneswar was the train route was nearly 1701 meter. The average speed of the train during the journey. Again, numericals ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ സയൻസിലാണ് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ന്യൂമറിക്കൽസ് ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ സോഷ്യലിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതും മാത്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളതൊക്കെ പറയുന്നത് നിങ്ങളുടെ സിലബസിൽ വരുന്നില്ല, മാത്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പക്ഷേ സോഷ്യലില് അല്ലെങ്കിൽ EVS ഭാഗത്തുനിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഭാഗം കൃത്യമായിട്ട് പഠിക്കണം. 63 km/h ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അസർഷൻ ആൻഡ് റീസൺ ആർ ഫോളോഡ്. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. അസർഷൻ ദ ചൈൽഡ് ലോക്കൽ ഒബ്ജക്ട്സ് ആർ നാച്ചുറൽ സോഴ്സ് ഓഫ് ലേണിംഗ് വിച്ച് ഷുഡ് ബി given primacy in classroom. Reason when the living world and in around the school is available for contemplation, children will aware of environmental issues and will be able to nurture their interest in them. Both assertion and reason are correct, but reason is not the correct explanation of assertion. Assertion is true but reason is false. Assertion is false but reason is true. Both assertion and reason are correct and reason is the correct explanation of assertion. ഇതും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം EVSലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മളൊരു 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു വെച്ചാലും അതിലൊരു 10 ക്വസ്റ്റ്യനോളം നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ലെങ്തി ആയിട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ ഒരു അപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒരു സർഫസ് ലെവലിലുള്ള സ്റ്റഡി പോരാ, അത്യാവശ്യം ഡെപ്തിൽ തന്നെ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വായിച്ചെടുക്കാൻ ഒരുപാട് ടൈം വരും. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിനകത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് കുറേ മോഡൽ എക്സാംസും അതുപോലെ തന്നെ റിവിഷൻ എക്സാംസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൺസെപ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ സമയമില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ കുറേ മാർക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് CTET 1 ഫെബ്രുവരി 2026 നടന്നിട്ടുള്ള എക്സാമിന്റെ PYQ ആണ്. അവിടെ 2 സ്റ്റേജിലായിട്ടാണ് എക്സാം നടന്നത്, 7th-നും 8th-നും. 7th-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു PYQ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്കിവിടെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത്യാവശ്യം നല്ല ഡെപ്തിലുള്ള സ്റ്റഡി തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ CTET-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് സംശയങ്ങൾ മറുപടി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ CTET-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഫ്രീ ഗ്രൂപ്പ് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ CTET-ന്റെ 30 ഡേയ്സിൻ്റെയൊക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആണ്. ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ PDF നോട്ട്സുകൾ, റിവിഷൻ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്